പിണറായി നിങ്ങൾ നമ്മളെ പൂട്ടിക്കളഞ്ഞ സർക്കാരാണോ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കഥ പറയുന്നത്? എന്നിട്ട് സുപ്രീം കോടതി പോയപ്പോ എന്ന് ഏത് കയ്യിലിരിപ്പ്? ഈ രാജ്യത്തെ പരമോന്നത കോടതി നിങ്ങളുടെ ഇണ്ടാസ് വലിച്ചു കയറി തോട്ടിക്കളഞ്ഞാണ്. ഏത് കയ്യിലിരിപ്പ്? ആവേശമൊന്നും കാണിച്ചിട്ട് ആവേശം കാണിക്കും ഞങ്ങൾ കേസ് നടത്തിയിട്ടാണ്. ഞങ്ങൾ കേസ് നടത്തിയിട്ട് നിങ്ങളുടെ ഏർപ്പാട് ഫ്രോഡാണെന്ന് പ്രൂവ് ചെയ്തവരാണ്. ഞങ്ങൾ ആവേശം കാണിക്കും. മോദി സർക്കാരിന് മാധ്യമങ്ങളുടെ മേൽ മാധ്യമങ്ങൾക്ക് മേൽ അമിതാധികാര പ്രവണതയുണ്ട് എന്ന് ഈ സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ കേസ് നടത്തിയതാ ഞങ്ങള്. വിജയിച്ചതാ ഞങ്ങൾ. എനിക്ക് പറഞ്ഞൂടെ? ജയിച്ചതല്ലേ കേസില്? ആ കേസിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള വിധി. ഇന്ത്യ മഹാരാജ്യത്ത് BJP ഒരു മാധ്യമ പ്രവർത്തക രംഗത്തും അനാവശ്യമായി ഇടപെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയ ഗൗതം നവ്ലാഖയൊക്കെ ആരാണെന്നറിയാം. വേറെ വല്ല രാജ്യത്തുമായിരുന്നെങ്കിൽ പരമോന്നത പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെടേണ്ട മനുഷ്യരെയാണ് നിങ്ങൾ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പോട്ടെ, നിങ്ങൾ പോയിന്റിലേക്ക് വരൂ ശ്രീ ഉല്ലാസ് ബാബു. നമ്മളിത് കുറെ സംസാരിച്ചാണ്, എവിടെ എത്താത്ത വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിഷാദെ, അധികാരത്തിൽ ഞങ്ങൾ എത്തുമെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫ്ലോറിൽ നിന്ന് തന്നെ ഞങ്ങൾ മാസങ്ങൾ മുന്നേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ഞങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത് ജയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ്. ആ സംഘർഷത്തിന് BJPയോട് ചോദ്യങ്ങൾ അനാവശ്യമായി ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. ഇടതുപക്ഷ മൈൻഡുള്ള ആളുകളും കോൺഗ്രസ് മൈൻഡുള്ള ആളുകളും കൺസോളിഡേറ്റഡ് പ്രതിപക്ഷവും കാലം ഇത്രയായി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ അധികാര ശ്രേണിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി നുണക്കഥകളും അനാവശ്യമായ ആരോപണങ്ങളും അനാവശ്യമായിട്ടുള്ള കഥ പറച്ചിലും ഒക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞങ്ങൾ അപ്പോഴൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ജനങ്ങളോട് സംവദിച്ചോളാം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങൾ കാര്യം പറഞ്ഞോളാം, ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ ജനങ്ങളോട് പറഞ്ഞോളാം. വിഷൻ ടു റിയാലിറ്റി എന്ന് പറയപ്പെടുന്ന വലിയ വിശാല കാഴ്ചപ്പാട് വെച്ച് ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് ഞങ്ങൾ കൃത്യമായ അവബോധം നടത്തി ഞങ്ങൾ വോട്ട് ചോദിച്ചെന്നേ. ആ വോട്ട് ഞങ്ങളിലേക്ക് വരുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇനി അധികം മണിക്കൂറുകളല്ലേ ഉള്ളൂ. 4-ാം തീയതി നിങ്ങൾക്ക് കൃത്യമായി കാണാം. 4-ാം തീയതി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഒറ്റ ദിവസം കൂടിയാലുള്ളൂ. ആ കോൺഫിഡൻസ് ആണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് ഇന്ത്യയിൽ പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലാത്ത പ്രശ്നമുണ്ട്, ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ പ്രശ്നമുണ്ട്, ഇന്ത്യയിൽ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരത്തിന്റെ പ്രശ്നമുണ്ട്, ഒപ്പം തന്നെ സമ്പത്തിന്റെ വിതരണത്തിലെ പ്രശ്നം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ജീവിത പ്രശ്നങ്ങളെ എൻകാഷ് ചെയ്യാൻ കഴിയുന്ന ഒരു മുന്നണി ഇതാ ഇവിടെ പ്രവർത്തിക്കുന്നു. ആ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നു, അവർക്ക് വോട്ട് ചെയ്യണം എന്നത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഒരു സംഘടനാ സംവിധാനം, ഒരു തെരഞ്ഞെടുപ്പ് മിഷനറി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണല്ലോ. BJPക്ക് അതെല്ലാം എടുത്തുകൊണ്ട് BJP ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് അവരുടെ മെക്കാനിസം പക്കയാണ്. ദേ ഹാവ് മണി ടു, അവരിൽ പൈസയുണ്ട്. നിങ്ങൾക്ക് ശരിയാണ്, ഈ രാജ്യത്ത് വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളെ ഏറ്റെടുത്ത മുന്നണിയുമാണ്. പക്ഷെ അത് ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങളെ ബൂത്തിലെത്തിക്കാനും സത്യത്തിൽ നോർത്തിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് വല്ല സംവിധാനം ഉണ്ടോ KT? അപ്പോൾ അതില്ലാതെ ഞങ്ങൾ താനേ അങ്ങ് ജയിച്ചോളും എന്നൊക്കെ പറയുന്നതിൽ എത്ര കാര്യമുണ്ട്? അല്ല, അതിന് എന്തെല്ലാം പരിമിതിയുണ്ടെങ്കിലും നിഷാദിന് അറിയാത്ത കാര്യമല്ലോ. പാറ്റ്ന സമ്മേളനം കഴിഞ്ഞ ഉടനെ BJP എന്താണ് ചെയ്തത്? ബീഹാറിലും UPയിലും ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്ന, പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതത്തെ തടയാൻ ആ മുന്നണിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുകയാണ്. ചരൺ സിംഗിന് വെറുതെ അല്ലല്ലോ ഭാരതരത്ന കൊടുത്ത്. ചരൺ സിംഗിനുള്ള ബഹുമാനം കൊണ്ടല്ലോ. ഇരട്ട അംഗത്വത്തിൻ്റെ പേരിൽ ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് മുന്നിൽ നിന്ന നേതാവാണ് ചരൺ സിംഗ്. ആ ചരൺ സിംഗ് ആണ് BJPയെ, ആ ജനസംഘത്തെ, ജനസംഘം കൂടി പങ്കാളിയായ ജനതാ പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്ത് മറ്റൊരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചത്. ആ ചരൺ സിംഗിനെ എന്തിനു വേണ്ടി RS നയിക്കുന്ന BJPയുടെ സർക്കാർ ഭാരതരത്നം കൊടുത്തത്? ഇന്ത്യ മുന്നണിയെ സ്പ്ലിറ്റ് ചെയ്യുക. അതിലൊരു വലിയ കക്ഷിയായിട്ട് ജാട്ട് സമൂഹത്തിൽപ്പെട്ട കൃഷിക്കാർ വരരുത്. ജയകാന്ത് ചൗധരിയുടെ RLD ഉൾപ്പെടെയുള്ള ചരൺ സിംഗിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇന്നത്തെ പാർട്ടി അതിൻ്റെ ഭാഗമാകരുത്. എത്ര സമർത്ഥമായിട്ടാണ് അതിനെ അടർത്തിയെടുത്തത്? നിതീഷ് കുമാറിനെ തന്നെ. ഒരു പക്ഷേ ഈ പ്രതിപക്ഷ ഐക്യത്തിന് വലിയ സംഭാവന നൽകിക്കൊണ്ട് രംഗത്ത് വന്ന ആളും ജാതി സെൻസസിലൂടെയൊക്കെ തന്നെ BJPയുടെ മർമ്മത്തടിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഉയർത്തുകയൊക്കെ ചെയ്ത ആളാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിനെ അടർത്തിയെടുത്തില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. എന്നിട്ടും ഇന്ത്യ മുന്നണി
ബാംഗ്ലൂർ സമ്മേളനവും മുംബൈ സമ്മേളനമൊക്കെ കഴിഞ്ഞ് പരമാവധി ഐക്യം സ്വരൂപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കെജ്രിവാളിൻ്റെ അറസ്റ്റൊക്കെ നടക്കുമ്പോഴത്തേക്കും എന്താണ്, ദേശീയ തലത്തിൽ തന്നെ മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു ദേശീയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന രീതിയിൽ അത് രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറി. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.